ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 5 ശ്ലോകം 2. കാലകർമ്മഗുണാശ്ച ജീവനിവഹ വിശ്വം ജഗാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയോ തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ സത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയോ ഭവേത് സംഭവ. കാലഃ കർമ്മ ഗുണാഃ ച ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിം യേയുഷി ത്വയി തഥാ നിർലീനതാം ആയയുഹു തേഷാം നൈവ പറയുമ്പോൾ നയേവ നൈവ വദന്തി അസത്വമയി വോഹോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭൂയഃ ഭവേത് സംഭവഃ. കാലകർമ്മഗുണാശ്ച ജീവനിവഹ വിശ്വം ജഗാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയോ തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ സത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയോ ഭവേത് സംഭവ. വിഭോ സർവവ്യാപിയായവനെ, തഥാ കാലഃ അന്ന് ആ പ്രളയകാലത്ത്, അതായത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ആ പ്രളയകാലത്തിൽ മായ ഗുണസാമ്യത്താൽ തടുക്കപ്പെട്ട വികാരമുള്ളതായിട്ട് ഭഗവാനിൽ ലയത്തെ പ്രാപിച്ചതായിട്ട് തീർന്നപ്പോൾ, അതാണ് ആ പ്രളയകാലത്ത് കാലവും, അതാണ് ഇവിടെ കാലഃ കാലവും കർമ്മഗുണാഃ ച സുകൃതമോ ദുഷ്കൃതമോ ആയ കർമ്മവും സത്വരജസ്തമസ്സുകൾ എന്ന ഗുണവും ജീവനിവഹ ജീവികളുടെ സമൂഹങ്ങളും കാര്യം വിശ്വം ച മായാകാര്യമായ പ്രപഞ്ചവും ചില്ലീലാരതിം യേയുഷി ത്വയി ചില്ലീലയിൽ താല്പര്യത്തെ പ്രാപിച്ചവനായ അങ്ങയിൽ. ചില്ലീല എന്ന് പറയുമ്പോൾ സാക്ഷാൽ ചിത്തിൽ, അതായത് സ്വസ്വരൂപാനന്ദ ധ്യാനത്തിൽ ലയിക്കുക എന്ന അവസ്ഥ, അതാണ് ചില്ലീല പറയുമ്പോൾ. അങ്ങനെ ചില്ലീലയിൽ താല്പര്യത്തെ പ്രാപിച്ചവനായ അങ്ങയിൽ നിർലീനതാമായ യുഹു നിശേഷം ലയിച്ചു കിടക്കുക എന്ന അവസ്ഥയെ പ്രാപിച്ചു. ഐ ബോഹോ അല്ലയോ ഭഗവാനെ, സത്യാത്മനാ തിഷ്ഠതാം ശക്തികളായിട്ട് വർദ്ധിച്ചിരുന്ന അവയ്ക്ക്, തേഷാം അവയ്ക്ക് അസത്വം ന ഏവ വദന്തി കാലം മുതലായവയ്ക്ക് അസത്വം, അതായത് തീരെ ഇല്ലായ്മ പറയുന്നില്ല തന്നെ. അതായത് അസത്വത്തെ അംഗീകരിച്ചാൽ ആകാശകുസുമതുല്യങ്ങളായിട്ട് അപ്പോൾ പിന്നെ പുനരുൽപ്പത്തി സംഭവിക്കുകയില്ലല്ലോ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിശേഷം ലയിച്ചു കിടക്കുക എന്ന അവസ്ഥയെ പ്രാപിച്ചു. അല്ലയോ ഭഗവാനെ, ശക്തികളായിട്ട് വർത്തിച്ചിരുന്ന അവയ്ക്ക്, കാലം മുതലായവയ്ക്ക് അസത്വം, അതായത് തീരെ ഇല്ലായ്മ പറയുന്നില്ല തന്നെ. നോ ചെയ്ത് അല്ല എങ്കിൽ, അതായത് അസത്വം ഉണ്ട് എങ്കിൽ, ജ്ഞാനപ്രസൂന സദൃശാം തേഷാം ഭൂയ സംഭവ ആകാശകുസുമ തുല്യങ്ങളായ അവയ്ക്ക് കിം ഭവേത് പിന്നെ ഉൽപ്പത്തി എങ്ങനെയാണ് ഉണ്ടാവുക, അതാണ് ചോദിച്ചിരിക്കുന്നത്. സർവവ്യാപിയായവനെ, അന്ന് ആ പ്രളയകാലത്ത് കാലവും സുഹൃതമോ ദുഷ്കൃതമോ ആയ കർമ്മവും സത്വരജസ്തമസ്സുകൾ എന്ന ഗുണങ്ങളും ജീവികളുടെ സമൂഹങ്ങളും മായാകാര്യമായ പ്രപഞ്ചവും ചില്ലീലയിൽ താല്പര്യത്തെ പ്രാപിച്ചവനായ അങ്ങയിൽ, അതായത് ഭഗവാന് നിശേഷം ലയിച്ചു കിടക്കുക എന്ന അവസ്ഥയെ പ്രാപിച്ചു. അല്ലേ, ശക്തികളായിട്ട് വർത്തിച്ചിരുന്ന അവയ്ക്ക്, അതായത് കാലം മുതലായവയ്ക്ക് അസത്വം, അതായത് തീരെ ഇല്ലായ്മ പറയുന്നില്ല തന്നെ. അല്ല എങ്കിൽ, അതായത് അസത്വം ഉണ്ട് എങ്കിൽ ആകാശകുസുമതുല്യങ്ങളായ അവയ്ക്ക് പിന്നെ ഉൽപ്പത്തി ഉണ്ടാകുമോ? കാലകർമ്മഗുണാശ്ച ജീവനിവഹ വിശ്വം ചകാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തദാ നിർലീനതാമായയോ തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ സത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവ. കാലകർമ്മഗുണാശ്ച ജീവനിവഹ വിശ്വം ജഗാര്യം വിഭോ
ചില്ലീലാരതിമേയുഷി ത്വയി തഥാ നിർലീനതാ മായയോ തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം नो चेत् किं गगनप्रसूनसदृशां भूयो भवेत् सम्भवा कालकर्मगुणाश्च जीवनिवहा विश्वं च कार्यं विभो चिल्लीलाहृदिमेयुषि त्वयि तदा निर्लीनता माययो तेषां नैव वदन्त्यसत्त्वमयि भो शक्त्यात्मना तिष्ठताम् नो चेत् किं गगनप्रसूनसदृशां भूयो भवेत् सम्भवा सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द